മണ്ണിടിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഒന്നുകിൽ ഇത് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ 8 വീട്ടുകാരുണ്ട്, അവർക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലം മേടിച്ച് വീട് വെച്ച് കൊടുക്കുക. നമസ്കാരം. വളരെ ഗുരുതരമായ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ 12ാം വാർഡിലാണ്. അതായത് കൊക്കുംകാവ് ക്ഷേത്രത്തിന് സമീപം 12ാം വാർഡ് കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് 6ന് സമീപത്തുള്ള ഈ ഭാഗം കഴിഞ്ഞ ഒരാഴ്ചത്തെ മഴക്കാലത്ത് സംഭവിച്ചിരിക്കുന്ന വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ്. ഈ പ്രദേശത്ത് ഏകദേശം 10ഓളം വീടുകളുണ്ട്. ഈ വീടുകളിലേക്കുള്ള പ്രധാന വഴി കൂടിയാണിത്. ഈ വഴിയിലേക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യം, ശരിക്കും അപകടകരമായ സാഹചര്യത്തിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പോലും. ഈ പ്രദേശവാസികളൊക്കെ തന്നെ കാലാകാലങ്ങളായി വരുന്ന മഴക്കാലങ്ങളിൽ ഇവിടെ ഈ ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നാളിതുവരെ ആയിട്ടോ ഈ റിവർ മാനേജ്മെന്റോ അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റോ ഒന്നും തന്നെ യാതൊരു രീതിയിലുള്ള നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഈ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ഭീതിയിലും ആശങ്കയിലും കഴിഞ്ഞുകൂടുകയാണ്. ഈ പ്രദേശത്തെ ഇവിടുത്തെ മെമ്പർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം. ഈ വലിയ ആശങ്കയിലാണ് ഈ നാട്ടുകാരൊക്കെ. ശരിക്കും എങ്ങനെയാണ് ഇതിലെ കൂടെ നടന്നു പോകുന്നത്? വലിയ റിസ്ക് ആണല്ലോ. ഇതിലെ കൂടെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ റോഡ് അപ്പുറത്തെ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡാണ്. ഇതിലൂടെ വാഹന ഗതാഗതം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു 10-25 സെന്റ്, എനിക്ക് തോന്നുന്നു 10-30 സെന്റ് സ്ഥലവും നമുക്ക് ഈ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് കല്ലടയാറി ആറ്റി പതിച്ചതായിട്ട് നമുക്ക് നേരിട്ട് ബോധ്യമുള്ളത്. അതായത് നേരിട്ട് ഇവിടെ ആറിനുള്ള ചെറിയൊരു സ്ഥലമേ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിപ്പോ അപ്പുറത്ത് സൈഡ് വാള് കെട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് ഇങ്ങോട്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ഈ വെള്ളം പിന്നെ മണ്ണിടിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ മാലിന്യങ്ങൾ മൊത്തം അടിഞ്ഞ് നമുക്ക് അതും ഒരു ഭീഷണിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഉള്ള പ്ലാസ്റ്റിക്കുകൾ എല്ലാം വന്ന് ഇവിടെ തന്നെ അടിയുന്ന ഒരു സാഹചര്യം കൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2024 നമ്മൾ ബഹുമാനപ്പെട്ട കളക്ടർക്കും അതേപോലെ മന്ത്രിക്കും ഒക്കെ നമ്മൾ ഈ ഒരു സാഹചര്യം കാണിച്ച് MLA ഒക്കെ MLA നേരിട്ട് വന്ന് കോവൂർ കുഞ്ഞുമോൻ ബഹുമാനപ്പെട്ട MLA നേരിട്ട് വന്ന് കണ്ട സാഹചര്യത്തിൽ MLA ഉൾപ്പെടെ നമ്മുടെ ഇവിടുത്തെ ഒരു സൈനികനുണ്ട് ആദർശ് ഞങ്ങളെല്ലാം കൂടെ ബഹുമാനപ്പെട്ട കളക്ടറെ നേരിട്ട് കണ്ട് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് എസ്റ്റിമേറ്റ് എടുക്കുകയും ഒരു 27 ലക്ഷം രൂപയ്ക്ക് ഇവിടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഫണ്ട് ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഈ 10ാം മാസവും ഇവിടെ അതിൻ്റെ മറുപടിയായിട്ട് കത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇടിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട MLAയുടെ ശ്രദ്ധപ്പെടുത്തുകയും MLA പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമ്മൾ ഇത് അവതരിപ്പിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടിയന്തര ഒരു ഘട്ടമായതുകൊണ്ട് അടിയന്തര സാഹചര്യത്തിൽ ഇത് ബോധ്യപ്പെട്ട് ബഹുമാനപ്പെട്ട സർക്കാർ എന്തെങ്കിലും ഈ ഫണ്ട് അനുവദിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഇത്ര 10 കുടുംബത്തോടോ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ അപ്പുറത്താണ് താമസിക്കുന്നത്. ഞങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട MLAയുടെ അടുത്ത് ഇത് പറയുക, MLA വന്ന് നേരിട്ട് കണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് MLA ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷിൻ അഗസ്റ്റിന് നമ്മൾ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനവും MLAയുടെ കത്തും ഉൾപ്പെടെ അടിയന്തര സാഹചര്യമാണ് ഇവിടെ ഈ സംരക്ഷണ ഭിത്തി കെട്ടേണ്ടെന്ന ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തിന് ഇത് നിവേദനം നൽകിയിട്ടുള്ളതാണ്. നമുക്ക് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന ഒരു സംവിധാനം ഒപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ സാഹചര്യം ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഫണ്ട് അനുവദിക്കുക. ഈ സംരക്ഷണ ഭിത്തി കെട്ടി ഇവിടുത്തെ ഈ ജനവാസ മേഖലയിലുള്ള ഈ ജനങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു റോഡായിരുന്ന സ്ഥലമാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടുന്ന് ഇങ്ങനെ റോഡാണെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അത്രമേൽ ഒരു റോഡായിരുന്ന സ്ഥലം ശരിക്കും ഇപ്പോൾ തിരിഞ്ഞുപോലും നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം വെച്ചാൽ ഇവിടെ കാട് മൂടി കിടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇനി റോഡ് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ആദ്യം വേണ്ടത് ഇവിടെ ഏറ്റവും പ്രധാനമായി വേണ്ടത് സംരക്ഷണ ഭിത്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട
ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഒരു അപകട ഭീഷണി, കാരണം ഏറ്റവും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഇവിടുത്തുള്ളവർ. ഏകദേശം 10ഓളം കുടുംബങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള വഴിയായിരുന്നു, വണ്ടി വലിയ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന വഴിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയിലും ഭീതിയിലുമാണ്. ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേട്ടനാണുള്ളത്. ചേട്ടാ, എന്താണ് ഇപ്പോൾ ഒരു നടപടി ഇതിന്? നടപടി സംരക്ഷണ ഭിത്തി കെട്ടിട്ട് ഈ 2 വീട് നിലനിർത്തി തരണം. ഈ 2 വീട് മാത്രമല്ല, ഇവിടെ ഞങ്ങൾക്കാണ് ഭീഷണി മെയിൻ ആയിട്ട് നിങ്ങൾക്കാണ്. വലിയ മഴ പെയ്യുമ്പോഴൊക്കെ 7 വീടോളം ഉണ്ട്. വല്ല ഇപ്പോഴാ ഭയങ്കര പേടിയാവുന്നു. അതാണ് ഈ ബാത്റൂം ഒക്കെ കഴിഞ്ഞാൽ അഴുക്കായില്ലേ. ഇനിയിപ്പോ ഒരു മഴയും കൂടെ ഒന്ന് ഇടിഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടപ്പുറത്തേക്ക് ഒരു വീട് വെച്ചതാണ്. അതിപ്പോ നിലനിർത്തി തന്ന് ഈ സംരക്ഷണ ഭിത്തി കെട്ടി തന്ന് ഞങ്ങളെ സഹായിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഒരു പ്രാവശ്യം വന്നപ്പോ അവനും കൂടെ കൂടിയായിരുന്നു തിരുവനന്തപുരത്തല്ലേ പോയത്, കൊല്ലത്ത് കൊണ്ട് ഈ അപേക്ഷകളെല്ലാം കൊടുത്ത് അതിന്റെ പുറകെയാണ് ഈ 27.5 ലക്ഷം രൂപ അനുവദിച്ചെന്നും പറഞ്ഞ് 2 കാർഡ് വന്നു. ആ കാർഡ് 10, 12, 11 മാസത്തോളം ആയത്. എന്നിട്ട് അതിന് പിന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോ വരും പിന്നെ ഒരു പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണല്ലേ? ആണാണ്. അപ്പൊ ഈ കഴിഞ്ഞ ഉണക്ക സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ ദുരന്തം ഇവിടെ ഉണ്ടാവത്തില്ല. അത് നമ്മളെ നോക്കിയിരുന്നെങ്കിൽ അത് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ ആരോടാ പറയേണ്ടത്? മാത്രമല്ല ഇവിടെ കുറച്ച് നമുക്ക് കാണാൻ കഴിയും, വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. നേരത്തെ ഈ കാണുന്ന വെള്ളം ഇതെല്ലാം ശരിക്കും കരപ്പുരയിടങ്ങളായിരുന്നു. എനിക്ക് മുമ്പിൽ കാണുന്ന ആ മുള ഒക്കെ കഴിഞ്ഞ മഴയത്ത് ഒലിച്ചു പോയതാണ്. ഇവിടെ ഉണ്ടായിരുന്ന മുളക്കാടുകളാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ തെങ്ങുകൾ ഉണ്ടായിരുന്ന ഒരു പുരയിടം കൂടിയാണ്. ആ കാണുന്ന തെങ്ങുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് ഒഴുകി അവിടെ പോയി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന് ഇവിടുത്തെ MLA കോവൂർ കുഞ്ഞുമോൻ ഇവിടുത്തെ ഒരു വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള നിവേദനം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അവസ്ഥ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ നാട്ടുകാരൊക്കെ, ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ തന്നെ ഉണ്ട്. ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇതുവഴി, മുമ്പ് ഒരു റോഡായിരുന്നതല്ലേ? നേരത്തെ കാറും ബൈക്കും പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ആൾക്കാർ നടന്നു പോകുന്നു ആണ് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ മഴയത്താണ് ഇതെല്ലാം ഇടിഞ്ഞ് താഴെ പോയത്. ഇതിനകത്ത് അവർ പറഞ്ഞൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്, ഒന്നുകിൽ ഇത് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ 7 വീട്ടുകാരുണ്ട്, അവർക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലം മേടിച്ച് വീട് വെച്ച് കൊടുക്കുക. ഇപ്പം നിലവിൽ ആ വീട്ടിൽ നിന്ന് വണ്ടിയൊന്നും ഇറക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഇവിടെ വണ്ടിയൊന്നും ഇറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് പറയുന്നത്. ഞങ്ങൾ പോലും ഇവിടെ നിൽക്കുമ്പോൾ അത്യധികം പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഈ നിൽക്കുന്ന ഭാഗം ഫുൾ പൊള്ളയായിരിക്കുകയാണ്. ഈ ബാത്റൂമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വീടിന് പിന്നിൽ കാണുന്ന ബാത്റൂമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു ഉള്ളതാണ്. ആ സ്ഥാനം പോലും മാറി വരികയാണ്. അപ്പം നമുക്കിവിടെ നിൽക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ ഭയന്ന് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇവിടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണം. കാരണം ഈ പ്രദേശവാസികൾക്കൊക്കെ അവരുടെ സാമ്പത്തികത്തിന്റെ അങ്ങേയറ്റം, കാരണം സാധാരണ ജോലിക്കാരും സാധാരണ ബാധ്യതപ്പെട്ടുമൊക്കെ വീട് വെച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു കിടക്കാടമാണ് ഇനി നഷ്ടപ്പെടാൻ പോകുന്നത്. അതിന്റെ ഒരു ആശങ്കയും ആവലാതിയും അവർക്കുണ്ട്. അതുകൊണ്ട് അടിയന്തരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിക്സൺ, വിസ്മയ ന്യൂസ്.